തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിളവെടുപ്പുമായി യുവ കർഷകനായ വളാഞ്ചേരി കുളമംഗലം സ്വദേശി അലി അക്ബർ. റമദാൻ വിപണി ലക്ഷ്യമിട്ട് പാടശേഖരത്തിൽ വിളയിച്ച തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. ചുട്ടുപൊള്ളുന്ന വേനലിനെ തണുപ്പിക്കാൻ വിവിധതരം തണ്ണിമത്തനുകളുടെ പറുദീസയൊരുക്കിയിരിക്കുകയാണ് യുവ കർഷകനായ അലി അക്ബർ. 13 തരം തണ്ണിമത്തനുകൾക്ക് പുറമെ 3 ഇനം ഷമാമുകളും ജിഞ്ചീർ, കക്കരി, പൊട്ടുവെള്ളരി തുടങ്ങിയവയും കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ വിളയിച്ചെടുത്ത മധുരമൂറുന്ന തണ്ണിമത്തൻ ഇനമായ തായ് യെല്ലോയാണ് ഇത്തവണത്തെ അലി അക്ബറിന്റെ കൃഷിയിടത്തിലെ താരം. നമ്മളിവിടെ 13 ടൈപ്പ് തണ്ണിമത്തൻ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ടൈപ്പ് ഷമാമ് ചെയ്തിട്ടുണ്ട്, ജർജീർ ചെയ്തിട്ടുണ്ട്, കക്കരി ചെയ്തിട്ടുണ്ട്, പൊട്ടുവെള്ളരി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചുരുക്കം പറഞ്ഞ ഒരു 10-20 വെറൈറ്റിൻ്റെ അടുത്ത് നമ്മൾ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചീര, അതുപോലെ തന്നെ ജർജീർ എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ തണ്ണിമത്തലിൽ പ്രാവശ്യത്തെ പുതിയ വെറൈറ്റിയാണ് നമ്മൾ തായ് യെല്ലോ എന്നുള്ള സംഭവം വന്നിട്ടുള്ളത്. അത് പരീക്ഷാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തതാണ്. അത് കുഴപ്പമില്ല, നല്ല സക്സസ് ആയിട്ടുണ്ട്. അത് രാസവളം ഉപയോഗിക്കാതെ തികച്ചും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് 100 മേനി വിളവ് അക്ബർ നേടിയത്. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു. IMA വളാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി ആദ്യ വിൽപ്പന നടത്തി. നാടൻ തണ്ണിമത്തന് പുറമെയാണ് ഇത്തരത്തിൽ വിവിധ വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ വിളയിച്ചെടുത്തത്. കൂടാതെ നെല്ല്, വെണ്ട, ചീര തുടങ്ങിയവയും ഈ യുവ കർഷകൻ കൃഷി ചെയ്തു വരുന്നുണ്ട്. കൃഷിയിടത്തിൽ നിന്നും ആവശ്യക്കാർക്ക് നേരിട്ട് വാങ്ങാവുന്ന തരത്തിലുമാണ് തണ്ണിമത്തൻ വിപണി അലി അക്ബർ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് 18 തിരൂർ.